Dear students, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിന് മുന്നേ നമ്മൾ പെട്രോയിൽ സിസ്റ്റം, ഡ്രൈ സം സിസ്റ്റം തുടങ്ങിയിട്ടുള്ള രണ്ട് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പ്ലാഷ് സിസ്റ്റം, ഓക്കെ, SPLASH സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ ചിത്രമാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കാം, അതിനുശേഷം നമുക്കതിൻ്റെ ടോപ്പിക്സ് നോക്കാം. ഓക്കെ, അതിൽ പറയുന്ന ഫസ്റ്റ് ഭാഗമാണ് സ്കൂപ്പ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്കൂപ്പ് അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അറിയുന്ന കുറച്ച് പാർട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ്, കണ്ടിങ് റോഡ്, നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ആൾക്കാരാണ് ക്രാങ്ക് ഷാഫ്റ്റും കണ്ടിങ് റോഡും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, കണ്ടിങ് റോഡിന് താഴെയായിട്ടാണ് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് താഴെയായിട്ടാണ് ഈ സ്കൂപ്പ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവർഫ്ലോ പൈപ്പ്, ഇത് ഓവർഫ്ലോ പൈപ്പാണ്, ഒരു ഓവർഫ്ലോ പൈപ്പ്. അതുപോലെ തന്നെ ഒരു ഓയിൽ ത്രൂ കാണാൻ പറ്റും, ഒരു ഓയിൽ പാന്, കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ ഓയിൽ സമ്പും കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് സ്കൂപ്പ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് വെബ് തുടങ്ങിയതാണ്. ഓക്കെ, ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് പഴയ മോട്ടോർ സൈക്കിളുകളാണ്. ഈ സിസ്റ്റം പ്രധാനമായിട്ട് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഓൾഡ് മോട്ടോർ വെഹിക്കിൾസ്, മോട്ടോർ സൈക്കിളുകളിലൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പെട്രോയിൽ സിസ്റ്റം യൂസ് ചെയ്യുന്ന പോലെ തന്നെ പഴയ മോട്ടോർ സൈക്കിളുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ കണക്റ്റിംഗ് റോഡിൻ്റെ അടിഭാഗത്തിൽ എന്ത് കാണാൻ പറ്റും? ഒരു സ്കൂപ്പ് കാണാൻ പറ്റും. ഒരു സ്കൂപ്പ് എന്നുള്ള ഭാഗം കണക്റ്റിംഗ് റോഡിന് നേരെ താഴത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. കണക്റ്റിംഗ് റോഡിൻ്റെ താഴെ ഒരു സ്കൂപ്പ് ഉണ്ടായിരിക്കും. പഴയ വാഹനങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്, അത് മോട്ടോർ സൈക്കിളുകളിലൊക്കെയാണ് സ്പ്ലാഷ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിൻ്റെ തിയറി ഒന്ന് നോക്കാം. ഇൻ ദിസ് സിസ്റ്റം ദ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഈസ് സ്റ്റോർഡ് ഇൻ എ സമ്പ്. സത്യമല്ലേ? ഇവിടെ താഴെ ഒരു തോണിയുടെ ഷേപ്പിലുള്ള ഒരു സമ്പുണ്ട്. ആ സമ്പിൽ എന്തുണ്ടായിരിക്കും? നമ്മുടെ ലൂബ്രിക്കേഷൻ ഓയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, കറക്റ്റാണ്, ആ പോയിന്റ് കറക്റ്റാണ്. ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. എ ഡിപ്പർ, ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂപ്പ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്പർ എന്ന് പറയുന്നത്. എ ഡിപ്പർ ഈസ് മെയ്ഡ് അറ്റ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. സത്യമാണല്ലേ? ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞത് ഡിപ്പർ ഈസ് മെയ്ഡ് അറ്റ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡിൻ്റെ നേരെ താഴെ, കണക്റ്റിംഗ് റോഡിൻ്റെ താഴെയാണ് ഡിപ്പർ കൊടുത്തിട്ടുണ്ടാവുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ചിത്രം നോക്കാം. സത്യമാണ്, കണക്റ്റിംഗ് റോഡിൻ്റെ താഴെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സ്കൂപ്പ് അഥവാ ഡിപ്പർ എന്ന് പറയുന്ന ആ ഭാഗം കൊടുത്തിട്ടുള്ളത്. ആ പോയിന്റും കറക്റ്റാണ്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? വെൻ ദ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ്സ് ദ ഡിപ്പർ ഡിപ്സ് ഇൻ ദ ഓയിൽ വൺസ് ഇൻ എവറി റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ് ആൻഡ് സ്പ്ലാഷസ് ഓയിൽ ഓൺ ദ സിലിണ്ടർ വാൾസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ക്രാങ്ക് ഷാഫ്റ്റിന് നേരെ താഴെയാണ് ആരെ കൊടുത്തിട്ടുള്ളത്? ഈ ഡിപ്പറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിപ്പർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ സ്കൂപ്പ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും? ഓരോ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കറക്കത്തിലും ഇത് ഓയിലിനെ തെറിപ്പിക്കും, സ്പ്ലാഷ് ചെയ്യും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സ്കൂപ്പ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും? സ്കൂപ്പ് എന്ന് പറയുന്ന ഭാഗം ഈ സമ്പിലുള്ള ഓയിലിനെ സ്പ്ലാഷ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിൽ ലൂബ്രിക്കേഷൻ കാര്യം നടക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ വാളിലേക്കൊക്കെ എന്ത് ചെയ്യും? ഈ ലൂബ്രിക്കേഷൻ നടക്കും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കിംഗ് ആണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ആലോചിക്കാം. കണക്റ്റിംഗ് റോഡിനെയും ക്രാങ്ക് ഷാഫ്റ്റിനും താഴെ സ്കൂപ്പ് അഥവാ ഡിപ്പ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇത് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ കറക്കത്തിലും ഇത് എന്ത് ചെയ്യും? ഈ ഒരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു സ്കൂപ്പ്, നമ്മളിപ്പോൾ ഒരു സ്കൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഐസ്ക്രീം സ്കൂപ്പോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. ഈ ഒരു സ്പൂണ് പോലുള്ള ഈ ഒരു സ്കൂപ്പ് എന്ത് ചെയ്യണം? ഓയിലിനെ സിലിണ്ടറിൻ്റെ വാളിലേക്ക് തെറിപ്പിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് സ്പ്ലാഷ് സിസ്റ്റം എന്നുള്ള ഒരു പേര് ഇതിന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വർക്കിങ്ങിലാകെ നമുക്ക് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ആനിമേഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ കണക്റ്റിംഗ് റോഡിൻ്റെ താഴെ ആരോ കൊടുത്തിട്ടുണ്ട്, ഒരു സ്കൂപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്കൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ആ റൗണ്ട് ചെയ്ത ഭാഗം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൊട്ടേറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സിലിണ്ടർ വാളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്ലാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു വർക്കിംഗ്. സിലിണ്ടർ വാളിലേക്ക് എന്ത് ചെയ്യുക? ലൂബ്രിക്കേഷൻ നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തനം. ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആനിമേഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. കണക്റ്റിംഗ് റോഡിന് താഴെ സ്കൂപ്പും കാണാൻ പറ്റും. ആ സ്കൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ റൊട്ടേഷനിലും താഴെ കിടക്കുന്ന വയലറ്റ് കളറിൽ കിടക്കുന്ന നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ കൃത്യമായിട്ട് സിലിണ്ടറിൻ്റെ വാളിലേക്ക് തെറിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ലൂബ്രിക്കേഷന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആ സമ്പിലോട്ട് തന്നെ തിരിച്ച് വരുന്നുണ്ട് അല്ലേ? ആ ഒരു ആനിമേഷൻ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലാകെ വരുന്നത്. ഇത്ര കാര്യമാണ്. ഓക്കെ,
പിന്നെ ഇതിൽ വരുന്നൊരു പോയിന്റ് എന്താ വെച്ചാൽ സ്പ്ലാഷ് സിസ്റ്റം മോസ്റ്റ്ലി വർക്ക് ഇൻ കണക്ഷൻ വിത്ത് പ്രഷർ സിസ്റ്റം ഇൻ എൻ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് ഈ സ്പ്ലാഷ് സിസ്റ്റം പ്രഷർ സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്. നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടൈപ്പ് പഠിക്കാനുണ്ട്. പെട്രോയിൽ, സ്പ്ലാഷ്, പ്രഷർ, ഡ്രൈ സമ്പ്. ഇതിൽ വരുന്നൊരു സിസ്റ്റം തന്നെയാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ് പ്രഷർ സിസ്റ്റം. ആ പ്രഷർ സിസ്റ്റത്തിൻ്റെ കൂടെയാണ് ചില സമയങ്ങളിൽ എന്ത് ചെയ്യുക, സ്പ്ലാഷ് സിസ്റ്റം കൂടി ഉപയോഗിക്കുക. അതായത് സം പാർട്സ് ബീങ് ലൂബ്രിക്കേറ്റഡ് ബൈ സ്പ്ലാഷ് സിസ്റ്റം. ചില എഞ്ചിൻ്റെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്യണം, സ്പ്ലാഷ് വഴിയും ലൂബ്രിക്കേഷൻ നടക്കും, ചില ഭാഗങ്ങൾ പ്രഷർ സിസ്റ്റം വഴിയും. അങ്ങനെ ഒരു മിക്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഈ സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പ്രഷർ സിസ്റ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നൊരു ടൈപ്പാണ് ഇത് നമ്മുടെ ഈ ഒരു സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എഞ്ചിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യും, പ്രഷർ സിസ്റ്റം വഴിയും കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ഈ ഒരു സ്പ്ലാഷ് സിസ്റ്റം വഴി എന്ത് ചെയ്യാണ്, ലൂബ്രിക്കേഷൻ നടക്കുകയാണ് ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂപ്പ്, അതുപോലെ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് വെബ്. കണക്റ്റിംഗ് റോഡിനും ക്രാങ്ക് ഷാഫ്റ്റിനും താഴെയാണ് സ്കൂപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. നമുക്കറിയാം എഞ്ചിൻ്റെ റൊട്ടേഷൻ, എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും പ്രവർത്തനം തുടങ്ങും. അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓരോ റൊട്ടേഷനിലും നമ്മുടെ സ്പ്ലാഷ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂപ്പ് എന്ത് ചെയ്യണം, എഞ്ചിൻ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സിലിണ്ടറിൻ്റെ വാളിലേക്ക് തെറിപ്പിച്ച് വിടുകയാണ്. നമ്മൾ ആ ആനിമേഷൻ കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സിസ്റ്റം ഓരോ റൊട്ടേഷനും നടക്കുന്ന പോലെ തന്നെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ലൂബ്രിക്കേഷൻ എന്തായിരിക്കും, പ്രോപ്പറായിട്ട് അവിടെ നടക്കും. എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടക്കുകയും ആ ലൂബ്രിക്കേഷന് ശേഷം ആ ഒരു എഞ്ചിൻ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വീണ്ടും എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു സമ്പിലോട്ട് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, ഒരു സൈക്കിൾ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.